ഇന്ത്യൻ സ്പോർട്സിൽ എന്തുകൊണ്ട് മെഡലുകൾ വരുന്നില്ല? അല്ലെങ്കിൽ ഈ ഒളിമ്പിക്സിൽ അഭിലാഷ് എൻ്റെ കണക്ക് കൂട്ടൽ വെച്ചിട്ട് ഒരു 10 മെഡൽ വരെ ഇന്ത്യക്ക് കിട്ടാമായിരുന്നു. എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ നല്ലൊരു ഉത്തരമാണ് വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യം. വിനേഷ് ഫോഗട്ടിൻ്റെ നാട് ഹരിയാനയിലാണ്. നമുക്കറിയാം, മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടന്ന അതിൽ നിന്ന് അധികം ദൂരെ, കുരുക്ഷേത്രത്തിന് അധികം ദൂരെയല്ല. ആ ഒരു രൂപകം തന്നെ ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. മഹാഭാരതത്തിലേക്ക് പോയാൽ മഹാഭാരതത്തിലെ അഭിമന്യുവിന് എന്ത് സംഭവിച്ചോ അത് സത്യത്തിൽ വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചു. ഇതൊരു വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഒരു ചാമ്പ്യൻ അത്ലറ്റ് ഉണ്ടായി വരിക, ഒളിമ്പിക്സിൽ പോയി മത്സരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാമ്പ്യൻ അത്ലറ്റ് ഉണ്ടായി വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അത്ലറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഫെഡറേഷൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ കടമ. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? ഗുസ്തി ഫെഡറേഷൻ്റെ തലവനെതിരെ ആരോപണം ഉണ്ടായ സമയത്ത് ഗുസ്തി താരങ്ങൾ ഒന്നടങ്കം സമരത്തിലിറങ്ങിയപ്പം ഈ ഒപ്പം പോയ ബജ്രംഗ് പുനിയയും സാക്ഷി മാലിക്കും ഒക്കെ അവരുടെ കരിയർ മിക്കവാറും കഴിഞ്ഞ ആളായിരുന്നു. പക്ഷേ വിനേഷ് ഫോഗട്ട് കരിയർ തുടരുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും സ്വന്തം അനിയത്തിമാർക്ക് നേരിട്ട അപകടങ്ങളുടെ പേരിൽ അവർ തൻ്റെ കരിയർ തന്നെ പണയപ്പെടുത്തി എന്ന് പറയാൻ ഈ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുമ്പം, ഈ സിസ്റ്റത്തിനുള്ളിൽ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം അവർ തന്നെ പറഞ്ഞതനുസരിച്ച് ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഉള്ളിൽ മുഴുവനുള്ളത്. അവർ കോച്ചസിനെ നിയമിക്കുന്നു, ഒപ്പം പോകേണ്ട ഡോക്ടേഴ്സിനെ നിയമിക്കുന്നു, എല്ലാം ചെയ്യുമ്പം അവിടെ തന്നെ മഹാഭാരതത്തിലെ കുരുക്ഷേത്രത്തിൽപ്പെട്ട ചക്രവ്യൂഹത്തിൽപ്പെട്ട ഒരു അഭിമന്യുടെ അവസ്ഥ തീർച്ചയായും വിനേഷ് ഫോഗട്ടിനുണ്ട്. കാരണം അവരുടെ കോൺഫിഡൻസ്, നമ്മളിപ്പോൾ ഒരു യുദ്ധം ചെയ്യുമ്പം നമ്മുടെ ഒപ്പമുള്ള ടീം പൂർണ്ണമായും ഒപ്പമുണ്ട് എന്ന് നമുക്കൊരു വിശ്വാസം വേണം. അതില്ല എന്ന് വിനേഷ് ഫോഗട്ട് തന്നെ പലതവണ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു അവസ്ഥയിൽ പോകുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം പിന്തുണ ടീമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമായിരുന്നു. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, വെയിറ്റ് കാറ്റഗറി മാറി മത്സരിക്കുന്ന ഒന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ല. അതിൻ്റെ ഉത്തരവാദിത്തം വിനേഷിനാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. വിനേഷിന് എന്താ കാര്യം? മെഡൽ നേടുക എന്നുള്ളത് വിനേഷിൻ്റെ താല്പര്യമല്ല, രാജ്യത്തിൻ്റെ താല്പര്യമാണ്. രാജ്യത്തിന് വേണ്ടിയാണ്, മെഡൽ നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയധികം കാശ് ചിലവാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് മെഡൽ കിട്ടുക എന്നത് നമ്മുടെ ആവശ്യമാണ്, വിനേഷിൻ്റെ ആവശ്യമല്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ഒരു ചാമ്പ്യൻ അത്ലറ്റ് ആണ് എന്നുള്ളത്, കായിക താരമാണെന്നുള്ള ഉറപ്പാണ്. ഏഷ്യൻ മെഡൽ കിട്ടിയിട്ടുണ്ട്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം തന്നെ അന്താരാഷ്ട്ര രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അത്ലറ്റിനെ അമേരിക്കയോ ചൈനയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെയല്ല വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് ഭീതി ഉണ്ടായിരുന്നു ഒളിമ്പിക്സിന് പോകുമ്പോൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചതിക്കപ്പെട്ടേക്കാം, ഡോപ്പിങ്ങോ മറ്റെന്തെങ്കിലും വഴിയോ. ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ 50 അണ്ടർ 50 കാറ്റഗറിയിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള, വിനേഷിനെ മാത്രം എന്തിനാണ് ഇത്രയും സപ്പോർട്ടിംഗ് സ്റ്റാഫ് നമ്മൾ പോകുന്നത്? ഇത്രയധികം ഡോക്ടേഴ്സ്, ഇത്രയധികം മാനേജേഴ്സ്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ലോബിയിങ് നടത്താൻ വരെ തയ്യാറാവേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ അത്ലറ്റിനാണ് ഇങ്ങനെ ഒരു 100 ഗ്രാം കൂടുതൽ ഉണ്ടായത്, ഒരു ചൈനീസ് അത്ലറ്റിനാണ് ഒരു 100 ഗ്രാം കൂടുതൽ ഉണ്ടായതെന്ന് വെച്ചാൽ വിലക്കപ്പെടൽ ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കുറേ സ്പോർട്സ് മീറ്റുകൾക്ക് അവരോടൊപ്പം പോയിട്ടും പല മാനേജേഴ്സിനോടും കായിക കോച്ചസിനോടും പറഞ്ഞിട്ടും അവർ പറഞ്ഞ കാര്യത്തിനാണ്. ഇങ്ങനെയൊരു ചെറിയ സംഗതി ഉണ്ടാകുമ്പം അതിൽ ലോബിയിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പൂർണ്ണ പരാജയമായിരുന്നു. അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ടിന് മെഡൽ കിട്ടുന്നതിന് അത്രയധികം താല്പര്യം വരെ ആരും കാണിച്ചിട്ടില്ല. വിനേഷ് ഫൈനലിൽ എത്തുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വിനേഷിനെ സംബന്ധിച്ചോളം അവർക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്കറിയാം, റിയോ ഒളിമ്പിക്സിൽ അവർ മത്സരിച്ചു, അതിനിടയിൽ പരിക്കേറ്റു. അതിനുശേഷം ടോക്കിയോയിൽ അവർ വരുന്ന സമയത്ത് വേൾഡ് നമ്പർ 1 ആയിരുന്നു 53 കിലോഗ്രാം കാറ്റഗറിയിൽ. അന്ന് രണ്ടാമത്തെ മത്സരത്തിൽ അപ്രതീക്ഷിതമായ തോൽവി, അവസാനത്തെ അവസരമായിരുന്നു. അതിനു മുമ്പാണ് ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഈ പൊല്ലാപ്പുകൾ മുഴുവൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ സ്പോർട്സ് ഫെഡറേഷനുകൾ മുഴുവൻ അല്ലെങ്കിൽ സംഘടനകൾ മുഴുവൻ കൈയാളുന്നത് രാഷ്ട്രീയക്കാരാണ്. കായികമായിട്ട് സ്പോർട്സായിട്ട് ബന്ധമുള്ള ഒരാൾ പോലും ഇല്ല. സ്വാഭാവികമായും അവരെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങളും പരിശീലകരും എല്ലാം തന്നെ. ഒരു പരിശീലകനോ മാനേജർക്കോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ അധികൃതർക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ക്രിക്കറ്റ് അസോസിയേഷൻ നോക്കുക, അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാ? BCCIയുടെ തലപ്പത്തിരിക്കുന്നത് ജയ്ഷയാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ഈ രീതിയിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുള്ള ഭയമുണ്ട്. അത്ലറ്റുകൾക്ക് പറ്റില്ല, പരിശീലകർക്ക് പറ്റില്ല. ഈ ഒരു സിസ്റ്റം മാറിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മെഡൽ കിട്ടാത്തത്. വിനേഷ് ഫോഗട്ട് അതിൻ്റെ രക്തസാക്ഷിയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. വിനേഷിന് ശരിയായ പിന്തുണ കിട്ടിയിട്ടില്ല, ശരിയായ അഡ്വൈസ് കിട്ടിയില്ല. എന്തുകൊണ്ട് വിനേഷ് ഫോഗട്ടിനെ വളർത്തിക്കൊണ്ടുവന്ന മഹാവീർ ഫോഗട്ടിനെ ഇവർക്കൊപ്പം കൊണ്ടുപോയിരുന്നതിൽ എന്തായിരുന്നു പറ്റുന്നത്? അഞ്ജു ബി ജോർജ് പോകുന്ന സമയത്ത് റോബർട്ട് ബോബി ജോർജിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു.
പക്ഷേ 5 നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് റോബർട്ട് ബോബി പോയത്. അതേപോലെ പല ആളുകളുടെയും കാര്യത്തിൽ ഇതുണ്ട്. ഈ സമയത്ത് ഫെഡറേഷൻ നിശ്ചയിക്കുന്ന പരിശീലകർ മാത്രം ഉണ്ടാവുക. മഹാവീർ ഫോഗട്ട് ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിനേഷ് ഫോഗട്ടിന് കുറെ കൂടി കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഗുസ്തി ഫെഡറേഷനിൽ വിശ്വാസമില്ല എന്ന് കൃത്യമായി മാസങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയ ഒരു റെസ്ലർ. അവർ ഒരു റിവെഞ്ചോട് കൂടിയിട്ട് ഓരോ പടിയും കയറി വരിക. 53 കിലോഗ്രാം ഇതിൽ നിന്ന് ട്രയൽസിൽ നിന്ന് അവർ പിന്മാറുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അതും ഫോഗട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ കിട്ടില്ല, അല്ലെങ്കിൽ ട്രയൽസ് വേണ്ട രീതിയിൽ നടത്തപ്പെടില്ല എന്ന ഭയം മൂലമാണ് അവർ 50 കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മാറിയത്. ഇങ്ങനെയെല്ലാം തന്നെ ചക്രവ്യൂഹത്തിൽപ്പെട്ടവർ അഭിമന്യുവെ പോലെ സ്വന്തം ടീമിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതെ പോയ ഒരു അത്ലറ്റ്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കാലാകാലമായി കായിക രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യ കിട്ടേണ്ട എത്രയോ മെഡലുകൾ, അന്താരാഷ്ട്ര രംഗത്ത് കിട്ടേണ്ട മെഡലുകൾ ഇങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ട്. എത്ര ട്രോഫികൾ, കപ്പുകൾ കളഞ്ഞു പോയിട്ടുണ്ട്. അതിൽ കാരണം ശരിയായ രീതിയിൽ ഒരു അത്ലറ്റിനെ മനസ്സിലാക്കി, ഒരു അത്ലറ്റിൻ്റെ ഒരു മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കളിക്കളത്തിൽ ഏറ്റവും പ്രധാന അത്ലറ്റാണ്. വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യമാകെ ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാവുന്നതും